ഹലോ. അപ്പോൾ നമുക്കിന്നിതേ ഈ ഒരു ബ്രേസ്ലെറ്റും അതിൻ്റെ സെറ്റ് കമ്മലും ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലുള്ള ഓറഞ്ച് ക്രിസ്റ്റൽ ബീഡ്സ് ഒരു ഗോൾഡൻ റിങ്ങിലേക്ക്, ചെറിയ ഗോൾഡൻ റിങ്ങിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഘടിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ഒന്ന് ചെയ്തെടുക്കാം. ഇതിൽ ആ ഗോൾഡൻ റിങ്ങിലേക്ക് നമ്മൾ ബീഡ്സ് ഘടിപ്പിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഏത് കളർ നമുക്കത് സ്യൂട്ടാവും. ക്രിസ്റ്റൽ ബീഡ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ഗിയർ വയർ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അതൊന്ന് ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഓരോ ബീഡ്സും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്ത് ഓരോ ലോക്കറ്റായിട്ട് ഓരോ ലോക്ക് ചെയിൻ പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ആംഗ്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിക്കും അതിൻ്റെ നമ്മൾ ലെങ്ത് എത്ര ലെങ്താണ് എടുക്കുന്നത് അതനുസരിച്ച് നമുക്കതിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു ഭാഗവും ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ലോക്ക് ചെയിൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എല്ലാം ഒന്ന് കോർത്തെടുക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് ആ ഒരു ചെയിൻ ഫുള്ളായിട്ട് കോർത്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേസ്ലെറ്റ് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇതുപോലെ ആയിട്ട് നമ്മൾ ഓരോ ലോക്കും കർട്ടന് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ആ ഒരു ഗിയർ വയറിൽ അധികം കട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ലോക്ക് ഇടുമ്പോൾ ജസ്റ്റ് അത് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആയെന്ന് നോക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ട് പോരും. വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ഈ ഇത് ചെയ്തതിൻ്റെ ബാക്കി വന്ന കുറച്ച് ബീഡും ഈ റിങ്ങും വെച്ചിട്ട് നമ്മൾ ഇതിന് മാച്ച് ആയിട്ടുള്ളൊരു ചെറിയ രീതിയിലുള്ള കമ്മലും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിം മെത്തേഡിൽ തന്നെ ഈ ഓരോ ഗോൾഡും ലോക്കിലേക്ക് ഓരോ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ബീഡ്സ് ഇങ്ങനെ താഴെ ഒരു ചെയിൻ മോഡൽ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കമ്മലും റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ ഹുക്കും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.